സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. ഇന്ന് 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ്. തലസ്ഥാനത്തടക്കം ഇന്നലെയും വലിയ മഴ പെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല. ഇപ്പോൾ എന്താണ് അവസ്ഥ? കേരളമാകെ വലിയ മഴയാണ്, കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നതിൻ്റെ സൂചനയോ? കൃഷ്ണരാജ്, സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് 3 ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചനം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രവചനം വന്നിട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾക്ക് അതിതീവ്ര മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലാണ് പൊതുവെ വരും ദിവസങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായി മുന്നിൽ കാണുന്നതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തിയായ മഴ ലഭിക്കുമെന്ന് ഉള്ളൊരു മുന്നറിയിപ്പുണ്ട്. കൂടാതെ തന്നെ നമുക്ക് അറിയാം, സംസ്ഥാനത്ത് ഇത്തവണ മൺസൂൺ നേരത്തെ എത്തിയെങ്കിലും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ അളവിൽ മഴ ഇല്ലെന്നാണ് മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ജൂൺ മാസം വരെ നിലവിൽ നേരത്തെ മുൻ പ്രവചിച്ചത് പ്രകാരം ജൂൺ മാസം വരെ 448 മില്ലിമീറ്റർ മഴ ലഭിക്കണമായിരുന്നു. പക്ഷേ നിലവിൽ 236 മില്ലിമീറ്റർ മഴയെ ലഭിച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ സമുദ്രത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രതിഭാസങ്ങൾ കാരണം മൺസൂൺ നേരത്തെ എത്തുമെങ്കിലും മഴയും അതോടൊപ്പം തന്നെ മഴയുടെ ലഭ്യതയും കൂടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ഭൗമശാസ്ത്രപരമായിട്ടുള്ള കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അടുത്ത മാസം അതായത് ജൂലൈ, ഓഗസ്റ്റ് മാസത്തോടു കൂടി മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അതിശക്തിയായ മഴ ലഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇല്ലായിരുന്നെങ്കിലും മഴ നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ലഭിച്ചിരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലായിരുന്നു. ഈ വർഷം സമാനമായ രീതിയിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലാണ് നിലവിലെ പ്രവചനത്തിൽ പ്രകാരം മഴ കൂടുതൽ ലഭിക്കുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മലയോര തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ വേലിയേറ്റ സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ കാറ്റിന്റെ ഗതി വലിയ രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. കടലിലേക്ക് പോകുന്നതിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കടലിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങൾ കടലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, മത്സ്യബന്ധനം ലംഘിച്ചുകൊണ്ട് കടലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ട്. മലയോര മേഖലയിൽ ആവശ്യമായിട്ടുള്ള രാത്രി വിനോദസഞ്ചാരം വേണ്ട എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതാകട്ടെ വടക്കൻ കേരളത്തിലാണ്. തലസ്ഥാനത്തടക്കം ഇടയ്ക്കിടെ വലിയ മഴ പെയ്യുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.